ഇന്ന് പറയാൻ പോകുന്നത് എംപോക്സിനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ പറയാം, പേടിയാവുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇരിക്കേണ്ട. പേടിയല്ല വേണ്ടത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെല്ലാം തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൊറോണ തന്നെ വന്ന് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് ഓർക്കുമ്പോൾ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നവരോട്, നിങ്ങൾ ഈ പേടി പറഞ്ഞിരുന്നാൽ നമുക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ധൈര്യമായി മുന്നോട്ട് പോവുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് ചെയ്യുക. എന്താണ് എംപോക്സ്? ഇപ്പോൾ എംപോക്സ് വൈറസ് തന്നെ ഒരുപാട് പടർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എംപോക്സ്? എന്ന് പറയുന്ന ഒരു മങ്കി പോക്സ് ആണ്. ഈ മങ്കി പോക്സ് ശരിക്കും പറഞ്ഞാൽ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഏകദേശം ആ ഒരു ഇതിലിരിക്കുമെങ്കിലും ഇതിന് ഇതുവരെയും ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് അറിയാം, കൊറോണ വൈറസ് വന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ ഈ എംപോക്സ് വന്നത്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയാണ്. അപ്പോൾ അതായത് ഇതെന്താണ് സംഭവം? 1958 നിരീക്ഷണത്തിൽ കുറേ മങ്കികളിൽ ഈ ഒരു വൈറസ് ഉള്ളതായി കണ്ടെത്തി. അത് മാത്രമല്ല, ഇത് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഈ അനിമൽസിലുള്ള എല്ലാ വൈറസുകളൊന്നും തന്നെ മനുഷ്യരിലേക്ക് പടരില്ല. പക്ഷേ ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് പടരും എന്നന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം 1970 കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിലാണ് ഈ ഒരു അസുഖം കണ്ടെത്തിയത്. 2003 കോങ്കോയിൽ ഈ ഇൻഫെക്ഷനുള്ള ഒരു നായയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അമേരിക്കയിലും ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. 2017-18 കാലഘട്ടങ്ങളിൽ നൈജീരിയയിലെ ഈ വൈറസ് ഒരുപാട് മനുഷ്യരിലേക്ക് പടർന്നു പിടിച്ചു. 2022 മുതൽ മറ്റ് ആഫ്രിക്കൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഈ ഒരു വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നതായി കണ്ടെത്തി. ആഫ്രിക്കയിൽ ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപാട് മരണങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് പ്രത്യേകിച്ചൊരു മരുന്നില്ല. സ്മോൾ പോക്സിന് കൊടുക്കുന്ന മെഡിസിൻ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ ഒരു പക്ഷേ ഈ ഒരു മരുന്ന് ഫലപ്രദമാവില്ല. പിന്നെ കുട്ടികളിൽ, ഗർഭിണികളിൽ, കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മദറിൽ നിന്ന് അതിൻ്റെ കുഞ്ഞിനേക്ക് ഇത് ബാധിക്കും. സ്വീഡൻ പോലുള്ള രാജ്യത്തെ ഒരു അസുഖം കണ്ടെത്തിയതിനെ തുടർന്നാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് 70 കൺട്രീസിലോളം ഇത് വ്യാപിച്ചിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഇതിൻ്റെ വൈറസ് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ, ഒരു ബ്ലിസ്റ്റർ, അതായത് ഒരു പിമ്പിൾസ് പോലെ, കൊമള പോലെ ഇരിക്കും നമ്മൾക്ക്. അതായത് ചിക്കൻ ബോക്സും സ്മോൾ ബോക്സും ഒക്കെ ഇല്ല, ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. അതുപോലെ അതിശക്തമായിട്ട് പനി ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾക്കും നമ്മുടെ സേഫ്റ്റിക്കും മറ്റുള്ളവരുടെ സേഫ്റ്റിക്കും വേണ്ടി കുറച്ച് ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇതെങ്ങനെയാണ് ശരീരത്തിൽ വരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾക്കറിയാമല്ലോ, എല്ലാവർക്കും ചിക്കൻ ബോക്സ് വരുമ്പോൾ തന്നെ അറിയാം, ഒരു ബ്ലിസ്റ്റർ പോലെ, സ്മോൾ ബോക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഒരു പിമ്പിൾസ് പോലെ ഇങ്ങനെ ആദ്യം കാണപ്പെടും. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഫേസിലൊക്കെ ആയിരിക്കും, അതിൽ ത്രോട്ടിൽ നമുക്ക് വെള്ളം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ത്രോട്ടിൽ, അതുപോലെ ഫേസിൽ. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ജെനിറ്റൽ ഏരിയയിലാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് ഫീവർ, പനി ഉണ്ടാവും. അതുപോലെ ചിൽസ് ഉണ്ടാവും. പിന്നെ ബോഡി പെയിൻ, നല്ല മസിൽ പെയിന്, ബോഡി പെയിന്, ഇതെല്ലാം ഉണ്ടാവും. ഭയങ്കര ക്ഷീണം തോന്നും, തളർച്ച, ക്ഷീണം, ഇതൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള റാഷസ് എന്ന് പറഞ്ഞാൽ ബ്ലിസ്റ്റർ പോലെ ഇരിക്കും, പിമ്പിൾസ് ഒക്കെ പോലെ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം പോലെ. ചിക്കൻ ബോക്സിൽ എങ്ങനെയാണ് നമ്മൾക്ക് സ്മോൾ ബോക്സിൽ കാണുന്നത്, അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഏകദേശം. അങ്ങനെ ഒരു സംശയം നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണുക. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു ക്വാറന്റൈൻ പോലെ, ഒരു ഐസൊലേഷൻ പോലെ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, ചിക്കൻ ബോക്സ് നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മെയിനായിട്ട് പറയാനുള്ളത് സോപ്പ്, ഹാൻഡ് വാഷിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ ഇത് അനിമൽസ് എന്ന് പറയുമ്പോൾ മങ്കിയിൽ നിന്ന് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് സ്പ്രെഡായിട്ടുള്ള ഈ ഇൻഫെക്ഷൻ മറ്റു അനിമൽസിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ടുള്ളൊരു ക്ലോസ് കോണ്ടാക്റ്റിലൂടെയല്ല നമുക്കത് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ഫ്ലൂയിഡ്സ്, അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹ്യൂമൻ ഫ്ലൂയിഡ്സിലൂടെയും, പിന്നെ എന്താ പറയുക, ഈ ഒരു ഇൻഫെക്ഷൻ ബാധിച്ച ഒരാളുടെ ഷീറ്റ്, ബ്ലാങ്കറ്റ്, അതുപോലെ അവരുടെ ക്ലോത്ത്സ്, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയെല്ലാം നമുക്കത് കിട്ടും. അപ്പോൾ മീറ്റെല്ലാം പാചകം ചെയ്യുമ്പോൾ നന്നായി കുക്ക് ചെയ്ത് കഴിക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ, ഇപ്പോൾ പണ്ടൊക്കെ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എംപോക്സ് വൈറസ് എല്ലായിടത്തും വ്യാപിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരു പിമ്പിൾസും ബ്ലിസ്റ്റേഴ്സ് എല്ലാം കണ്ടാൽ ഡോക്ടറിനെ പോയി കാണുക, വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും മരിക്കും അങ്ങനെയൊന്നും എടുത്ത് പേടിക്കേണ്ട. ഇത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഡെത്ത് റേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ബ്ലിസ്റ്റേഴ്സ് ഫേസിൽ, ത്രോട്ട്, നമുക്ക് വെള്ളമൊന്നും ഇറക്കാൻ പറ്റില്ല, ത്രോട്ടിലൊക്കെ വരും. അതുപോലെ നമ്മുടെ ബോഡിയിലൊക്കെ വരും. കൂടുതലായിട്ട് ഇത് പ്രൈവറ്റ് ഏരിയ അല്ലെ ജെനിറ്റൽ ഏരിയയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ ഡോക്ടറെ കാണുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മറ്റാൾക്കാരുമായിട്ടുള്ള ഒരു ക്ലോസ് കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഐസൊലേഷൻ പോലെ ചിക്കൻ ബോക്സിന് സ്മോൾ ബോക്സിന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വന്തമായി ഐസൊലേഷൻ ചെയ്യുക. അതിനുള്ള മെഡിസിൻസ് എല്ലാം ഡോക്ടറുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരതിനുള്ള മെഡിസിൻസ് എല്ലാം തരും. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇതെല്ലാവർക്കും ഒരു ബോധവൽക്കരണം വേണം. മാത്രമല്ല നമ്മളുടെ ഇന്ത്യയിലില്ലല്ലോ എന്നോർത്തൊന്നും ആരും ഇരിക്കേണ്ട. കാരണം ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.